ലോക ഭൂപടത്തിൽ അതിർത്തികൾ തിരുത്തി എഴുതപ്പെടുന്നത് പലപ്പോഴും രക്തരൂക്ഷിതമായ യുദ്ധങ്ങളിലൂടെ മാത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ നിശബ്ദമായ കരുത്ത് കാണിക്കലിലൂടെ കൂടിയാണ്. സമുദ്രങ്ങളുടെ ഇരുണ്ട ആഴങ്ങളിൽ നിന്ന്, ആകാശത്തിന്റെ അദൃശ്യമായ അതിരുകളിൽ നിന്ന് ശത്രുവിന്റെ നെഞ്ചിലേക്ക് ഇടുത്തി പോലെ പതിക്കാൻ തക്കവിധം ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും മാറിക്കഴിഞ്ഞു. പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികൾക്കും അതിർത്തി കടന്നെത്തുന്ന ശത്രുക്കൾക്കും ഇനി ഇന്ത്യയെ ഭയപ്പെടുത്താനാവില്ല. ലോക ഭൂപടത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അമേരിക്കയോ ചൈനയോ റഷ്യയോ കുറിച്ചല്ല, അത് ഇന്ത്യയാണ്. ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ട്, പാകിസ്ഥാന്റെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ട്, അമേരിക്കയെ പോലും നിശബ്ദരാക്കിക്കൊണ്ട് ഇന്ത്യ നടത്തിയ പുതിയ നയതന്ത്ര സൈനിക നീക്കങ്ങളെക്കുറിച്ച് ഇന്ന് ലോകം സംസാരിക്കുന്നു. ചണക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ ഉച്ചകോടികളിലൊന്നാണ് സിംഗപ്പൂരിൽ നടക്കുന്ന ഷാങ്ഗ്രില ഡയലോഗ്. ലോകത്തെ പ്രബല രാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രിമാരും സൈനിക മേധാവികളും നയതന്ത്രജ്ഞരും സംഗമിക്കുന്ന അതിപ്രധാനമായ വേദിയായിരുന്നു ഈ കഴിഞ്ഞ മെയ് 30 സിംഗപ്പൂരിൽ നടന്നത്. ഈ വേദിയിൽ വെച്ചാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു പത്രപ്രവർത്തകൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിനോട് വളരെ തന്ത്രപരമായ ഒരു ചോദ്യം ഉന്നയിച്ചത്. ഇന്ത്യ അടുത്തിടെ നടത്തിയ ലോകരാജ്യങ്ങൾ അഗ്നി 6 എന്ന് സംശയിക്കുന്ന വമ്പൻ മിസൈൽ പരീക്ഷണത്തെക്കുറിച്ചായിരുന്നു ആ ചോദ്യം. പാകിസ്ഥാന്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. ഇന്ത്യയുടെ പുതിയ മിസൈൽ പരീക്ഷണത്തെക്കുറിച്ച് അമേരിക്കയെ കൊണ്ട് ഇന്ത്യക്കെതിരെ പരസ്യമായി പറയിപ്പിക്കുക, ഇന്ത്യയെ അന്താരാഷ്ട്ര വേദിയിൽ കുറ്റപ്പെടുത്തുക. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ അഥവാ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ മറ്റു രാജ്യങ്ങൾ സ്വന്തമാക്കുന്നതിൽ അമേരിക്ക എക്കാലത്തും കടുത്ത വിയോജിപ്പാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും ഇത്തരം ദീർഘദൂര മിസൈലുകൾ പരീക്ഷിച്ചാൽ ഉടൻ തന്നെ ഉപരോധങ്ങളും ഭീഷണികളുമായി അമേരിക്ക രംഗത്തെത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇന്ത്യയെ നിശിതമായി വിമർശിക്കുമെന്നും ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുമെന്നുമായിരുന്നു പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകൾ. പക്ഷേ ആ വലിയ കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പീറ്റ് ഹെഗ്സെത്ത് എന്ന അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഇന്ത്യയെ വിമർശിക്കാൻ ഒട്ടും തയ്യാറായില്ല. പാകിസ്ഥാന്റെ ആ ചോദ്യത്തിൽ നിന്നും അദ്ദേഹം വളരെ നയതന്ത്രപരമായി എന്നാൽ കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ അതിവേഗം സൈനിക ശേഷി നവീകരിക്കുന്ന ഒരു അതിശക്തമായ രാജ്യമാണെന്നാണ്. പാകിസ്ഥാന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിരുന്നു അത്. തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായിരുന്ന അമേരിക്ക ഇന്ന് തങ്ങളെ തഴഞ്ഞ് ഇന്ത്യയെ പുകഴ്ത്തുന്നത് കേട്ട് പാകിസ്ഥാൻ അമ്പരന്നു പോയി. അമേരിക്ക എന്തുകൊണ്ടാണ് ഇന്ത്യയെ വിമർശിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ പരീക്ഷണത്തിന് മുന്നിൽ അമേരിക്കൻ സാമ്രാജ്യത്വം കണ്ണടച്ചു നിൽക്കുന്നത്? അതിനുള്ള ഉത്തരം ഇന്ത്യ പരീക്ഷിച്ച ആ മിസൈലിന്റെ ഉള്ളറകളിൽ തന്നെയുണ്ട്. അതിന്റെ ഭീമാകാരമായ പ്രഹരശേഷിയിൽ തന്നെയുണ്ട്. ഇന്ത്യ ഔദ്യോഗികമായി അഗ്നി 6 പരീക്ഷണം നടത്തിയിട്ടില്ല എന്നാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തിനു മുന്നിൽ ഇന്ത്യ പറയുന്നത് തങ്ങൾ പരീക്ഷിച്ചത് അഡ്വാൻസ്ഡ് അഗ്നി മിസൈൽ വിത്ത് MIRV ആണെന്നാണ്. എന്താണ് ഈ MIRV അഥവാ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ? കേൾക്കുമ്പോൾ ഒരു സാധാരണ സാങ്കേതിക വിദ്യ എന്ന് തോന്നാമെങ്കിലും ഭൂമിയിലെ ഏറ്റവും വലിയ വിനാശകാരികളായ ആയുധങ്ങളിൽ ഒന്നാണ്. പുരാണങ്ങളിൽ അർജുനനും കർണനും അസ്ത്രങ്ങൾ തൊടുക്കുമ്പോൾ അത് ആകാശത്ത് വെച്ച് 100,000 അമ്പുകളായി ശത്രുവിന്റെ മേൽ പതിക്കുന്ന കഥകൾ നാം വായിച്ചിട്ടുണ്ട്. MIRV സാങ്കേതിക വിദ്യ ആ പുരാണ കഥയുടെ ആധുനിക ശാസ്ത്ര രൂപമാണ്. ഇതിന്റെ പ്രവർത്തന രീതി ഏതൊരു ശത്രുവിനെയും ഭയപ്പെടുത്തുന്നതാണ്. സാധാരണഗതിയിൽ ഒരു മിസൈലിൽ ഒരു വാർഹെഡിൽ സ്ഫോടക വസ്തു അല്ലെങ്കിൽ അണ്വായുധം മാത്രമേ ഉണ്ടാകാറുള്ളൂ. അത് കുതിച്ചുയർന്ന് ഒരൊറ്റ ലക്ഷ്യസ്ഥാനത്ത് പതിക്കും. എന്നാൽ MIRV ഘടിപ്പിച്ച ഈ അഡ്വാൻസ്ഡ് അഗ്നി മിസൈൽ വിക്ഷേപിക്കുമ്പോൾ അത് ഭൂമിയുടെ അന്തരീക്ഷം ഭേദിച്ച് ശൂന്യാകാശത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെ വെച്ച് മിസൈലിന്റെ പ്രധാന ഭാഗത്തു നിന്നും ബസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പേലോഡ് മോഡ്യൂൾ വേർപെടുന്നു. ഈ ബസ്സിനുള്ളിലാണ് അണ്വായുധങ്ങൾ വഹിക്കുന്ന 10-12 വ്യത്യസ്ത വാർഹെഡുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ബഹിരാകാശത്ത് വെച്ച് ഈ വാർഹെഡുകൾ ഓരോന്നായി വിക്ഷേപിക്കപ്പെടുന്നു. ഈ 12 വാർഹെഡുകളും
12 വ്യത്യസ്ത നഗരങ്ങളെ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനങ്ങളെ ലക്ഷ്യമാക്കി ശബ്ദത്തെക്കാൾ 20 ഇരട്ടിയിലധികം വേഗത്തിൽ ഭൂമിയിലേക്ക് കുതിച്ചു പാഞ്ഞെത്തും. അതായത് ഒരൊറ്റ മിസൈൽ ഉപയോഗിച്ച് ഒരേ സമയം ബീജിങ്ങിലെയും ഷാങ്ഹായിലെയും ഇസ്ലാമാബാദിലെയും കറാച്ചിയിലെയും സുപ്രധാന സൈനിക താവളങ്ങളോ നഗരങ്ങളോ ഒരേ സെക്കൻഡിൽ തന്നെ ചാമ്പലാക്കാൻ ഇന്ത്യക്ക് ഇന്ന് കഴിയും. ആകാശത്ത് വെച്ച് പല ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന ഈ വാർഹെഡുകളെ ട്രാക്ക് ചെയ്യാനോ പ്രതിരോധിക്കാനോ ശത്രുവിന് സെക്കൻഡുകൾ പോലും ലഭിക്കില്ല. ഇന്ത്യ ഇതൊരു സാധാരണ പരീക്ഷണമാണെന്ന് അവകാശപ്പെടുമ്പോഴും ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധരും ഇന്റലിജൻസ് ഏജൻസികളും വിലയിരുത്തുന്നത് ഇത് 10,000 കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ സാക്ഷാൽ അഗ്നി-6 ICBM പരീക്ഷണം തന്നെയായിരുന്നു എന്നാണ്. ഒരു മിസൈലിന്റെ ദൂരപരിധി അഥവാ റേഞ്ച് എന്നത് അത് വഹിക്കുന്ന ഭാരവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൗതിക ശാസ്ത്രത്തിന്റെ ലളിതമായ ഒരു നിയമമാണിത്. ഭാരം കുറയുമ്പോൾ സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരം സ്വാഭാവികമായും വർദ്ധിക്കും. നിലവിൽ ഇന്ത്യയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ മിസൈലായ അഗ്നി-5ന് 5500 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നാണ് ഇന്ത്യ ഔദ്യോഗികമായി പറയുന്നത്. എന്നാൽ ചൈന പല അന്താരാഷ്ട്ര വേദികളിലും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യ കളവ് പറയുകയാണ്. അഗ്നി-5ന്റെ യഥാർത്ഥ റേഞ്ച് 8500 കിലോമീറ്ററിലധികമാണ് എന്ന്. ഇതൊരു യാഥാർത്ഥ്യം തന്നെയാകും. അഗ്നി സീരീസിലുള്ള മിസൈലുകൾക്ക് 1.5 ടൺ മുതൽ 3 ടൺ വരെ ഭാരം വഹിക്കാൻ ശേഷിയുണ്ട്. ഇത്രയും വലിയ ഭാരവും വഹിച്ചുകൊണ്ട് ഇത് 5500 കിലോമീറ്റർ അല്ലെങ്കിൽ 8000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിവുള്ള മിസൈലാണ്. ഈ മിസൈലിന്റെ വാർഹെഡിന്റെ ഭാരം 3 ടണ്ണിൽ നിന്നും വെറും 1 ടണ്ണായി കുറച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? തീർച്ചയായും ആ മിസൈൽ 10,000 മുതൽ 12,000 കിലോമീറ്റർ വരെ ദൂരം നിഷ്പ്രയാസം താണ്ടും. ഈ ശാസ്ത്രീയ വശം പരിഗണിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. ഇന്ത്യ ഇപ്പോൾ പരീക്ഷിച്ച പുതിയ അഡ്വാൻസ്ഡ് അഗ്നി മിസൈൽ ഒരു പൂർണ്ണ രൂപത്തിലുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ്. ലോകത്തിന്റെ ഏതു കോണിലും, അത് അമേരിക്കയിലായാലും യൂറോപ്പിലായാലും റഷ്യയിലായാലും ഏറ്റവും കൃത്യതയോടെ ആക്രമിക്കാൻ ശേഷിയുള്ള ഭാരതത്തിന്റെ സ്വന്തം ICBM. മുൻകാലങ്ങളിൽ ഇന്ത്യ ഏതെങ്കിലും ആണവ പരീക്ഷണമോ മിസൈൽ പരീക്ഷണമോ നടത്തിയാൽ ഉടൻ തന്നെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കടുത്ത ഉപരോധങ്ങളുമായി വരുമായിരുന്നു. 1998 APJ അബ്ദുൽ കലാമിന്റെയും വാജ്പേയിയുടെയും നേതൃത്വത്തിൽ ഇന്ത്യ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ നാം നേരിട്ട സാമ്പത്തിക സാങ്കേതിക ഉപരോധങ്ങൾ വളരെ വലുതായിരുന്നു. അന്ന് നമ്മുടെ ക്രയോജനിക് എഞ്ചിൻ വികസനത്തെ പോലും അവർ തടസ്സപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് കഥ മാറി. ലോകത്തിന്റെ അച്ചുതണ്ട് തിരിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ അമേരിക്ക ഇടപെടാനോ ഇന്ത്യക്ക് മേൽ ഒരു ഉപരോധം കൊണ്ടുവരാനോ യാതൊരു സാധ്യതയുമില്ല. അതിൻ്റെ പ്രധാന കാരണം ആത്മനിർഭർ ഭാരത് എന്ന ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയുടെ റഡാറുകൾക്കും സെൻസറുകൾക്കും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഈ പുതിയ മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. DRDO എന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിന്റെ ചോരയും നീരുമാണ് ഇതിന് പിന്നിലുള്ളത്. ഇതിലെ മിസൈൽ സീക്കറുകൾ, അതിസൂക്ഷ്മമായ ടാർഗറ്റിങ്ങിന് സഹായിക്കുന്ന മിനിയേച്ചർ റഡാറുകൾ, അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആയിരക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് താപനിലയെ ചെറുക്കാൻ ശേഷിയുള്ള കാർബൺ കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ, ദിശാബോധം നൽകുന്ന റിംഗ് ലേസർ ഗൈറോസ്കോപ്പുകൾ തുടങ്ങിയ സകല സാങ്കേതിക വിദ്യകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ്. പുറത്തുനിന്ന് ഒരു ചെറിയ നട്ട് പോലും ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യ നിഷേധിച്ച് ഉപരോധങ്ങളിലൂടെ ഇന്ത്യയെ തളയ്ക്കാമെന്ന് അമേരിക്കയ്ക്ക് ഇനി സ്വപ്നം കാണാൻ പോലും ആകില്ല. ഉപരോധങ്ങളെ കൊണ്ട് ഇന്ത്യയെ തടയാനാകില്ലെന്ന് അമേരിക്കയ്ക്ക് ഇപ്പോൾ തന്നെ നന്നായി അറിയാം. ഈ മിസൈലുകൾക്കുള്ളത് തടുക്കാനാവാത്ത വേഗതയാണ്. ബഹിരാകാശത്തേക്ക് പോയി അവിടെ നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗം തിരിച്ചിറങ്ങുന്ന ബാലിസ്റ്റിക് മിസൈലുകൾക്ക് അതിഭീകരമായ വേഗതയാണുള്ളത്. ശബ്ദത്തിന്റെ 20 ഇരട്ടിയിലധികം വേഗത്തിൽ അഥവാ മാക് 20ൽ അധികം വേഗത്തിലായിരിക്കും ഇവയുടെ സഞ്ചാരം. ഇത്തരം മിസൈലുകളുടെ സഞ്ചാരപഥം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നതാണെങ്കിലും MIRV ഘടിപ്പിച്ച ഇത്തരം അതിവേഗ മിസൈലുകളെ ആകാശത്ത് വെച്ച് തകർക്കുക എന്നത് ഇന്നത്തെ ലോകത്തെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമാണ്. അമേരിക്കയുടെ പാട്രിയോട്ട് സിസ്റ്റത്തിനോ റഷ്യയുടെ S-400നോ 10ലധികം ലക്ഷ്യങ്ങളിലേക്ക് സെക്കൻഡിൽ കിലോമീറ്ററുകൾ വേഗത്തിൽ കുതിച്ചു വരുന്ന വാർഹെഡുകളെ തടയുക എന്നത്
വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. ഇന്ത്യക്ക് ICBM ഉണ്ടെന്ന യാഥാർത്ഥ്യം അമേരിക്കയും ചൈനയും ഉൾക്കൊണ്ടു കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ അയൽ രാജ്യവും ചിരകാല ശത്രുവുമായ പാകിസ്ഥാന്റെ അവസ്ഥയോ അത് അതീവ പരിതാപകരമാണ്. പാകിസ്ഥാന്റെ കയ്യിലുള്ള ഏറ്റവും ദൂരപരിധിയുള്ള മിസൈൽ ഷഹീൻ 3 ആണ്. അതിന്റെ പരമാവധി ദൂരപരിധി വെറും 2750 കിലോമീറ്ററാണ്. അതായത് പാകിസ്ഥാനിലെ ഏതെങ്കിലും സൈനിക താവളങ്ങളിൽ നിന്നും ഈ മിസൈൽ തൊടുത്തുവിട്ടാൽ ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിൽ ചിലപ്പോൾ എത്താൻ സാധിച്ചേക്കാം. പക്ഷേ അവിടെയും ഇന്ത്യയുടെ സുദർശന ചക്ര ഉണ്ടായിരിക്കും. പിന്നെ എല്ലാ നഗരങ്ങളിലും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ തന്ത്രപ്രധാനമായ നഗരങ്ങളിലോ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഇന്ത്യൻ കമാൻഡ് സെന്ററുകളിലോ എത്താൻ കഴിയില്ല എന്നതുമാണ് സത്യം. നിലവിൽ ലോകത്ത് 10,000 കിലോമീറ്ററിലധികം റേഞ്ചുള്ള ICBM മിസൈലുകൾ ഉള്ളത് വെറും 4 രാജ്യങ്ങൾക്കാണ്. അതിലൊന്ന് അമേരിക്കയുടെ വിഖ്യാതമായ മിനിറ്റ്മാൻ 3 ആണ്. റഷ്യയുടെ ആണവശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്ന RS-28 സർമത്ത് അഥവാ പാശ്ചാത്യ മാധ്യമങ്ങൾ സാത്താൻ 2 എന്ന് വിളിക്കുന്ന മിസൈൽ. പിന്നെയുള്ളത് ചൈനയുടെ അത്യാധുനിക DF-41 അഥവാ ഡോങ് ഫങ് 41. കൂടാതെ നോർത്ത് കൊറിയയുടെ ഹ്വാസോങ് 17, ഹ്വാസോങ് 18 എന്നീ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ദീർഘദൂര ആണവ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ. ഇപ്പോൾ ആ എക്സ്ക്ലൂസീവ് ക്ലബിലേക്ക് 5ാമനായി ഇന്ത്യയും രാജകീയമായി പ്രവേശിച്ചിരിക്കുന്നു. അമേരിക്കൻ പ്രതിരോധ വിദഗ്ധർക്ക് ഈ യാഥാർത്ഥ്യം നന്നായി അറിയാം. ഇന്ന് അമേരിക്കയ്ക്ക് അത് പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചേ മതിയാകൂ. കാരണം ഇന്നത്തെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ അമേരിക്കയുടെ ലോക മേധാവിത്വത്തിന് ഭീഷണി ഉയർത്തുന്ന ഏറ്റവും വലിയ ശത്രു ചൈനയാണ്. സാമ്പത്തികമായും സൈനികമായും ചൈന അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ദക്ഷിണ ഏഷ്യയിലെയും വിശാലമായ ഇൻഡോ പസഫിക് മേഖലയിലെയും ശാക്തിക സമതുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യ എന്ന അതിശക്തമായൊരു രാജ്യം ഇവിടെ അത്യാവശ്യമാണെന്ന് അമേരിക്കയ്ക്ക് നന്നായി തന്നെ അറിയാം. ഒരുപക്ഷെ ഇന്ത്യയുടെ സൈനിക ശേഷി ദുർബലമായാൽ ഈ മേഖലയിൽ മുഴുവൻ ചൈന ഒരു ഏക വൻ ശക്തിയായി മാറും. അത് അമേരിക്കയുടെ ആഗോള താല്പര്യങ്ങൾക്ക് വലിയ ഭീഷണിയുമാകും. ചൈനയുടെ കടന്നുകയറ്റങ്ങളെ തടയാൻ, അവരുടെ അഹങ്കാരത്തെ അതിർത്തിക്കുള്ളിൽ പിടിച്ചു കെട്ടാൻ ഇന്ന് ഏഷ്യയിൽ ഇന്ത്യയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അമേരിക്കയുടെയും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും ഭാവി തന്നെ ഇന്ത്യയുടെ കരുത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന MIRV സാങ്കേതിക വിദ്യകളെയും അഗ്നി 6 പോലുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ പരീക്ഷണങ്ങളെയും കുറ്റപ്പെടുത്താനോ തള്ളിപ്പറയാനോ അമേരിക്കയോ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളോ തയ്യാറാകാത്തത്. പാകിസ്ഥാൻ എത്ര വലിയ ചോദ്യങ്ങൾ ഉന്നയിച്ചാലും ഇന്ത്യയുടെ ഈ സൈനിക കുതിപ്പിനെ തടയാൻ ഇനി ആർക്കും കഴിയില്ല. കാലം മാറുകയാണ്. പണ്ട് വികസിത രാജ്യങ്ങൾക്ക് മുന്നിൽ പ്രതിരോധ സാങ്കേതിക വിദ്യകൾക്കായി കൈനീട്ടി നിന്നിരുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. 1999 കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താൻ അമേരിക്കയോട് GPS ഡേറ്റ ആവശ്യപ്പെട്ടപ്പോൾ അത് ക്രൂരമായി നിഷേധിക്കപ്പെട്ട നിസ്സഹായരായ ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നാവിക് എന്ന സ്വന്തം സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റവും ലോകത്തിൻ്റെ ഏത് കോണിലും ചെന്നെത്താൻ കഴിയുന്ന അഗ്നി എന്ന സ്വന്തം മിസൈലും നിർണായകമായ റഡാറുകളും സ്വന്തമായി നിർമ്മിക്കുന്ന ഒരു സ്വയം പര്യാപ്തമായ ഇന്ത്യയാണ് നമ്മുടെ മുന്നിലുള്ളത്. അഗ്നി 6 എന്ന പരീക്ഷണം കേവലം ഒരു മിസൈൽ മാത്രമല്ല, അത് ഒരു കാലത്ത് നമ്മെ പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ്. അത് 140 കോടി ജനങ്ങളുടെ ആത്മവിശ്വാസമാണ്. അതിർത്തിയിൽ കണ്ണുവെക്കുന്ന ശത്രുക്കൾക്കുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ്. സമാധാനമാണ് ഭാരതം എക്കാലത്തും ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ സമാധാനം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തക്കവിധം ഈ രാജ്യം ഇന്ന് തയ്യാറായിരിക്കുന്നു എന്ന ശക്തമായ മുന്നറിയിപ്പ്.